ക്ഷേത്രത്തിന്റെ പണം ദൈവത്തിന്റേതെന്ന് സുപ്രീം കോടതി. ക്ഷേത്രത്തിന്റെ പണം സഹകരണ ബാങ്കുകളെ സമ്പന്നമാക്കാനുള്ളതല്ലെന്ന് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് വ്യക്തമാക്കി. തിരുനെല്ലി, മാനന്തവാടി സഹകരണ ബാങ്കുകളുടെ ഹർജി തള്ളിയാണ് പരാമർശം. ആർ അച്യുതൻ വിശദാംശങ്ങളുമായി. അച്യുതൻ, ഈ ഒരു പരാമർശം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന പശ്ചാത്തലം എന്താണ്? അനുജ, തിരുനെല്ലി ദേവസ്വത്തിന്റെ സ്ഥിര നിക്ഷേപം തിരിച്ചു നൽകാൻ സാവകാശം തേടിയാണ് തിരുനെല്ലി, മാനന്തവാടി സഹകരണ ബാങ്കുകൾ ഹർജി സുപ്രീം കോടതിയിൽ നൽകിയത്. ഈ ഹർജി പരിഗണിക്കവെയാണ് സുപ്രധാന നിരീക്ഷണം കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. ക്ഷേത്രത്തിന്റെ പണം അത് ദൈവത്തിന്റേതെന്നാണ് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് പറഞ്ഞത്. ഈ പണം ക്ഷേത്ര താല്പര്യങ്ങൾക്കായി മാത്രം ഉപയോഗിക്കാനുള്ളതാണ് എന്നും ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കുകയുണ്ടായി. ക്ഷേത്രത്തിന്റെ പണം സഹകരണ ബാങ്കുകളെ സമ്പന്നമാക്കാനുള്ളതല്ല എന്ന സുപ്രധാന നിരീക്ഷണം കൂടി ഇന്ന് നടത്തുകയുണ്ടായി. എന്തായാലും ദീർഘമായ വാദങ്ങളിലേക്ക് കടക്കാതെ തന്നെ തിരുനെല്ലി, മാനന്തവാടി സഹകരണ ബാങ്കുകളുടെ ഹർജി സുപ്രീം കോടതി തള്ളുകയുമാണ് ചെയ്തത്. അനുജ, ആർ അച്യുതനാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.